മഹാരാഷ്ട്ര നിയമസഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ആവശ്യപ്പെട്ട മഹാവികാസ് അഘാടി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും 10% അംഗങ്ങൾ ഇല്ലാത്ത പശ്ചാത്തലത്തിൽ ഈ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകില്ല. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് മഹായുതി സഖ്യത്തിന്റെ ആ ഒരു വൻ വിജയം. നിലവിൽ പ്രതിപക്ഷ നേതാവിനെ പോലും തെരഞ്ഞെടുക്കാൻ പറ്റാത്ത വിധം പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും വലിയ രീതിയിൽ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് നിയമസഭയിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ മഹാവികാസ് അഘാഡിയാണ് പ്രതിപക്ഷ സ്ഥാനത്തേക്കുള്ള അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ഗൗതം, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർത്തും ദുർബലമായ പശ്ചാത്തലമാണ് മഹാവികാസ് അഘാഡിയിലെ എല്ലാ പാർട്ടികൾക്കും ഉള്ളത്. മഹായുതി BJP നേതൃത്വം നൽകുന്ന മഹായുതി 236 സീറ്റുകളിൽ വിജയിച്ചു. അതിൽ BJP ഒറ്റയ്ക്ക് 132 സീറ്റുകളിലാണ് വിജയിച്ചത്. ശിവസേന 57, അതുപോലെ തന്നെ അജിത് പവാറിന്റെ NCP 41 സീറ്റുകളിൽ വിജയിച്ചു. അങ്ങനെ 236 സീറ്റുകളിൽ ആധികാരികമായ വിജയം നേടിക്കൊണ്ടാണ് മഹായുതിയുടെ പുതിയ സർക്കാർ അവിടെ അധികാരത്തിൽ വന്നത്. ഈ ഘട്ടത്തിൽ മഹാവികാസ് അഘാഡി തീർത്തും ദുർബലമായിരുന്നു. കോൺഗ്രസിന് 16 സീറ്റുകൾ, 100-ലധികം സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് കേവലം 16 സീറ്റിലേക്ക് മാത്രമാണ് ചുരുങ്ങിപ്പോയി. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗമാകട്ടെ 20 സീറ്റും ശരത് പവാറിന്റെ NCP കേവലം 10 സീറ്റിലുമായി ഒതുങ്ങി. നിയമസഭാ റൂൾ അനുസരിച്ച് ഒരു പാർട്ടിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം നൽകണമെങ്കിൽ, ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഉണ്ടാകണമെങ്കിൽ ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് 10% നിയമസഭാ അംഗങ്ങൾ ഉണ്ടാകണം. നിലവിൽ 288 അംഗ മഹാരാഷ്ട്ര നിയമസഭയുടെ 10% അംഗങ്ങളുടെ ബലം എന്ന് പറയുമ്പോൾ അത് 29 MLA-മാർ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഉണ്ടായാൽ മാത്രമേ നിയമസഭാ റൂൾ അനുസരിച്ച് ആ പാർട്ടിയുടെ നേതാവിനെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിലെ കക്ഷിനില അനുസരിച്ച് പ്രതിപക്ഷത്തെ ഒരു പാർട്ടിക്കും 29 MLA-മാർ ഇല്ല. മഹാവികാസ് അഘാഡിയിലെ ഏറ്റവും വലിയ കക്ഷി ശിവസേനയാണ്. അവർക്ക് തന്നെ ഉള്ളത് ആകെ 20 സീറ്റ് മാത്രമാണ്. കോൺഗ്രസ് നേരത്തെ സൂചിപ്പിച്ചു 16 സീറ്റേ ഉള്ളൂ. ശരത് പവാറിന്റെ NCPക്ക് ആവട്ടെ 10 സീറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ 3 പാർട്ടികളിൽ ഒരു പാർട്ടിക്കും 29 MLA-മാരില്ല. അങ്ങനെ വരുമ്പോൾ നിയമസഭാ നിയമം അനുസരിച്ച്, റൂൾ അനുസരിച്ച് ഈ മഹാരാഷ്ട്ര നിയമസഭയിൽ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്നാൽ മഹാവികാസ് അഘാഡി ആവശ്യപ്പെടുന്നത് തങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്, പ്രതിപക്ഷ നേതൃസ്ഥാനം നൽകണമെന്നുള്ളതാണ്. പക്ഷേ അത് നിയമവിരുദ്ധമായതിനാൽ അത് നൽകാനുള്ള ഒരു സാധ്യതയും തെളിയുന്നില്ല. എന്തായാലും മഹാരാഷ്ട്രയിൽ MLA-മാരുടെ സത്യപ്രതിജ്ഞ പുരോഗമിക്കുകയാണ്. MLA-മാരുടെ സത്യപ്രതിജ്ഞയ്ക്കായി പ്രത്യേക നിയമസഭാ സമ്മേളനം ഇപ്പോൾ ചേരുകയാണ്. ഇതിൻ്റെ ആദ്യ ദിവസം ശനിയാഴ്ച മഹാവികാസ് അഘാഡിയുടെ MLA-മാർ സത്യപ്രതിജ്ഞയിൽ നിന്നും വിട്ടുനിന്നിരുന്നു. കടന്നുപോയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് കാണിച്ചാണ് BJP, ശിവസേന, അജിത് പവാർ NCP വിഭാഗം വിജയിച്ചത് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ആദ്യ ദിവസം വിട്ടുനിന്നത്. പക്ഷേ തൊട്ടടുത്ത ദിവസം മഹാവികാസ് അഘാഡിയുടെ തന്നെ MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്യാൻ തുടങ്ങി. എന്തായാലും സത്യപ്രതിജ്ഞ ഇന്നും തുടരും. രോഹിണി.